അമ്മയുടെ അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വറുത്തരിച്ച ഒരു ചിക്കൻ കറി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്ന് നോക്കാം. 1 കിലോ ചിക്കൻ ഉപയോഗിച്ചുള്ള കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അതിനായി 3 സവാള, 2 തക്കാളി, 1 തുടം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, കറിവേപ്പില എന്നിവ ചെറുതായി അരിഞ്ഞെടുക്കുക. തക്കാളി ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് കൊടുത്ത് അതും ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴറ്റുന്നതിനാവശ്യമായി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള വേഗം വഴന്നു വരാൻ എളുപ്പമുണ്ട്. ഇത് നന്നായി വഴന്ന് ഒരു ചെറിയ ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് അരച്ചു വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കുക. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കണം. തീ കൂടിപ്പോയാൽ പൊടികൾ വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും കുറഞ്ഞ തീയിൽ വേണം പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ വെക്കാൻ. ഇത് ചെറുതായി ഒന്ന് വഴന്ന് അതിൻ്റെ കളർ മാറി പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി ഇളക്കി അതിൻ്റെ മസാല എല്ലായിടത്തും പറ്റുന്നത് പോലെ ഇളക്കി കൊടുക്കണം. എല്ലാ കഷ്ണത്തിലും നന്നായി മസാല പറ്റണം. അത് കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സവാള വഴറ്റാൻ നേരത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതിന് കണക്ക് നോക്കി വേണം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യത്തിനുള്ള. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു അടപ്പ് വെച്ച് മൂടി വേകാനായി മാറ്റി വെക്കാം. അതിനുശേഷം വേറൊരടുപ്പിൽ തീ കത്തിച്ച് നമുക്കൊരു ചട്ടി, തേങ്ങ വറുക്കാൻ ആവശ്യത്തിനുള്ള ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് തേങ്ങ ഇടുക. 1 തണ്ട് കറിവേപ്പില, 4 അല്ലി വെളുത്തുള്ളി, ഒരു നുള്ള് പെരിഞ്ചീരകം എന്നിവ ചേർത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇത് വറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കറി തുറന്ന് നോക്കാം. ഇതായിപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല വെന്ത് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ട് ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചാറിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊന്ന് നോക്കാം. ഉപ്പും പാകത്തിനായി കഴിഞ്ഞാൽ അത് തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വെച്ച് ഉപയോഗിക്കാം. ഈ കറി ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.